ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 5-ാം തീയതി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആരംഭിച്ചു. ഇന്ത്യക്ക് വീണ്ടും ഇഗ്ല മിസൈൽ ലഭിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയുള്ള പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തു. നൂറുകണക്കിന് നിരക്ഷകർക്ക് ശാക്തീകരണം നൽകിയ ഗ്രാമീണ വനിത KV റാബിയ അന്തരിച്ചു. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. KV റാബിയ 59, എ വില്ലേജ് വുമൻ ഹു എംപവേർഡ് ഹൺഡ്രഡ്സ് ഓഫ് ഇല്ലിറ്ററേറ്റ് പീപ്പിൾ പാസ്ഡ് അവേ. നൂറുകണക്കിന് നിരക്ഷകർക്ക് ശാക്തീകരണം നൽകിയ ഗ്രാമീണ വനിത KV റാബിയ 59ാമത്തെ വയസ്സിൽ അന്തരിച്ചു. വളരെ ഫേമസ് ആയിട്ടുള്ള പത്മശ്രീ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ് KV റാബിയ. 59ാമത്തെ വയസ്സിൽ ഇന്നലെ അന്തരിച്ചു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 4 അന്തരിച്ച കേരളത്തിൽ നിന്നുള്ള സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ അംബാസിഡർ ആരാണ്? KV റാബിയ. KV റാബിയ ഏതാണ്ട് നൂറുകണക്കിന് വനിതകളെയും പുരുഷന്മാർക്കും അക്ഷരങ്ങൾ പറഞ്ഞുകൊടുത്ത വളരെ പ്രശസ്തിയായിട്ടുള്ള കേരളത്തിന്റെ അംബാസിഡർ ഓഫ് ദി ലിറ്ററസി മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന KV റാബിയ ഇന്നലെ അന്തരിച്ചു. 50ാമത്തെ വയസ്സിൽ ആണ് അന്തരിച്ചത്. 14ാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച KV റാബിയ. മരണകാരണം ക്യാൻസർ ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പാലിയേറ്റീവ് കെയറിലായിരുന്നു. തിരുരങ്ങാടി സ്വദേശിയായിട്ടുള്ള KV റാബിയ. 1994 കേരളത്തിലെ അക്ഷരപുത്രി, അക്ഷരങ്ങളുടെ മകൾ എന്നർത്ഥം KV റാബിയ സ്ഥാപിച്ച സംഘടന ഏതാണ്? ചലനം. ദി ഡോട്ടേഴ്സ് ഓഫ് ലെറ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ അക്ഷരപുത്രി 1994 ആരംഭിച്ച ഒരു സംഘടനയാണ് ചലനം എന്ന സംഘടന. വളരെ പ്രശസ്തിയായിട്ടുള്ള KV റാബിയ നിരവധി അവാർഡ്സ് ആണ് നേടിയിട്ടുള്ളത്. 1993 നാഷണൽ യൂത്ത് അവാർഡും 99 കണ്ണകി സ്ത്രീ ശക്തി അവാർഡ്, 2000 UNDP അവാർഡും, 2010 ജോസഫ് മുണ്ടശ്ശേരി അവാർഡും, 2022 പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ് KV റാബിയ. ഇംഗ്ലീഷിൽ ഡ്രീംസ് ഹാവ് വിങ്സ് എന്നർത്ഥം വരുന്ന സ്വപ്നങ്ങൾക്ക് ചിറകുകൾ എന്നതിൻ്റെ രചയിതാവ് ആരാണ്? KV റാബിയ. KV റാബിയയുടെ ഒരു ഓട്ടോബയോഗ്രഫി ആണ് സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഉണ്ട് എന്ന് പറയുന്ന ഡ്രീംസ് ഹാവ് വിങ്സ് എന്നറിയപ്പെടുന്ന പുസ്തകം. ഇതിൻ്റെ രചയിതാവ്, ഇതിൻ്റെ ഓഥർ KV റാബിയാണ്. KV റാബിയാണ് ഇന്നലെ അന്തരിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. ഇന്ത്യ ആർമി ഗെറ്റ്സ് ഇഗ്ല ടു കൗണ്ടർ ഡ്രോൺസ് ചോപ്പർ ജെറ്റ്സ്. ഡ്രോണുകൾ, ചോപ്പറുകൾ, ജെറ്റുകൾ എന്നിവയെ നേരിടാൻ ഇന്ത്യൻ സൈന്യം ഇഗ്ല എന്ന മിസൈൽ വാങ്ങുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മെച്ചപ്പെടുത്തിയ പതിപ്പായ ഇഗ്ല എസ് ഇന്ത്യക്ക് ഏത് രാജ്യമാണ് നൽകിയത്? റഷ്യ. ഇന്ത്യ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിസൈൽ ആണ് ഇഗ്ല എസ് എന്ന് പറയുന്ന മിസൈൽ. ഇത് നൽകിയിട്ടുള്ളത് റഷ്യയാണ്. ഇഗ്ല എസ് മിസൈലുകളുടെ അടിയന്തര സംഭരണത്തിനായി ഇന്ത്യ റഷ്യയുമായി എത്ര തുകയ്ക്ക് പുതിയ കരാർ ഒപ്പിട്ടു? 260 കോടി രൂപയുടെ കരാർ. ഇന്ത്യ 260 കോടി രൂപയുടെ കരാർ ആണ് റഷ്യയുമായിട്ട് ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. അതായത് ഇഗ്ല എസ് എന്ന് പറയുന്ന വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം VSHO RADS എന്ന് പറയുന്ന ഈ ഇഗ്ല എന്ന് പറയുന്ന ഒരു മിസൈൽ ആണ് ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൺട്രാക്ട് പ്രകാരം 260 കോടി രൂപയുടെ ഒരു കോൺട്രാക്ട് ആണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഏത് വർഷം മുതലാണ് ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ വ്യോമസേനയും ഇഗ്ല 1M മിസൈലുകൾ ഉപയോഗിക്കുന്നത്? 1989. 1989 മുതൽ, അതായത് അത്രയും വർഷം മുമ്പ് തന്നെ ഇഗ്ല എന്ന മിസൈൽ ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സും ഉപയോഗിക്കുന്ന ഒരു മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം ആണ് ഇഗ്ല എസ്. മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റമായ ഇഗ്ലയുടെ പരിധി എത്രയാണ്? 6 കിലോമീറ്റർ വരെ. അതായത് ഡ്രോണുകൾ, ഫൈറ്റർ വിമാനങ്ങൾ, മിസൈലുകൾ ഇവയെ തകർക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മാൻ പോർട്ടബിൾ, അതായത് കയ്യിൽ വെച്ചുകൊണ്ട് ഫയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മിസൈൽ സിസ്റ്റമാണ് ഇഗ്ല എസ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 6 കിലോമീറ്റർ വരെയാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. DRDO സക്സസ്ഫുള്ളി കണ്ടക്ട്സ് ദി സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോം. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോം DRDO വിജയകരമായി നടത്തി. DRDO ആദ്യമായിട്ട് നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു എയർഷിപ്പ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.
സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോമിന്റെ കന്നി പറക്കൽ പരീക്ഷണങ്ങൾ DRDO വിജയകരമായി നടത്തിയത് 7 തീയതിയിലാണ്. 2025 മെയ് 3. ഈ 2 ദിവസം മുമ്പ്, അതായത് മെയ് 3-ാം തീയതി, ഇന്ത്യ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഈ ഒരു പുതിയ തരത്തിലുള്ള ഒരു എയർഷിപ്പ്. ഇത് നടത്തിയിട്ടുള്ളത് മെയ് 3-ാം തീയതിയാണ്. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോമിന്റെ കന്നി പറക്കൽ പരീക്ഷണങ്ങൾ DRDO എവിടെയാണ് നടത്തിയത്? മധ്യപ്രദേശിലെ ഷിയോപൂർ ട്രയൽ സൈറ്റ്. മധ്യപ്രദേശിലെ DRDOയുടെ ഒരു ട്രയൽ യൂണിറ്റ് ആണ് ഷിയോപൂർ എന്ന സ്ഥലത്ത്. ഇവിടെ വെച്ചാണ് ഇന്ത്യ ആദ്യമായിട്ട് സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോം, അതായത് ബലൂൺ പോലെയുള്ള ആ ഒരു എയർഷിപ്പ് പ്ലാറ്റ്ഫോം അത് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം മുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള, ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം. ഇതാണ് മെയ് 3-ാം തീയതി മധ്യപ്രദേശിലെ ഷിയോപൂർ ട്രയൽ സൈറ്റിൽ വെച്ച് DRDO നടത്തിയിട്ടുള്ളത്. DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോം DRDO വികസിപ്പിച്ചത് ഏത് സ്ഥലത്താണ്? ആഗ്രയിലെ ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇത് ഉള്ളത് ആഗ്രയിലാണ്. ഇവിടെയാണ് സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോം ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. DRDOയുടെ ഒരു ബ്രാഞ്ച് ആണ് ഈ പറയുന്ന ആഗ്രയിലുള്ള ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോമിന്റെ പിന്തുണയോടെ DRDO എത്ര ഉയരത്തിലാണ് ഒരു ഇൻസ്ട്രുമെന്റൽ പേലോഡ് വിക്ഷേപിച്ചത്? ഏകദേശം 17 കിലോമീറ്റർ. അതായത് ഈ DRDOയുടെ റിസർച്ചുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് ആ ഒരു പേലോഡ് വഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോം. ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ് 17 കിലോമീറ്റർ മുകളിൽ DRDO എത്തിച്ചിട്ടുള്ളത്. DRDOയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു മധ്യപ്രദേശിലെ ഷിയോപൂർ ട്രയൽ സൈറ്റ് നടത്തിയിട്ടുള്ള ആ ഒരു പരീക്ഷണം ഈ കഴിഞ്ഞ മെയ് 3-ാം തീയതി. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് 7th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആരംഭിച്ചു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ 7ാം പതിപ്പ് 2025 മെയ് 4-ന് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ബീഹാർ. ബീഹാറിലാണ് ഈ കഴിഞ്ഞ ദിവസം, അതായത് മെയ് 4-ാം തീയതി ആരംഭിച്ചിട്ടുള്ള മെയ് 15-ന് അവസാനിക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ 7ാമത്തെ പതിപ്പ് ആരംഭിച്ചിട്ടുള്ളത് ബീഹാറിൽ. ഖേലോ ഇന്ത്യ ഇന്നിപ്പോൾ 4 തരത്തിലുണ്ട്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ആൻഡ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. ഇതിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആണ് ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ 7ാമത്തെ പതിപ്പാണ് ഇപ്പോൾ ബീഹാറിൽ ആരംഭിച്ചിട്ടുള്ളത്. ബീഹാർ എത്ര തവണ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥ്യം വഹിച്ചു? ആദ്യമായി 2025. ഈ വർഷമാണ് ബീഹാർ ആദ്യമായിട്ട് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഇതിനെ ആതിഥ്യം വഹിക്കുന്നത്. 2025 മെയ് 1 വരെ ഇന്ത്യയിൽ എത്ര ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു? 1048 ഖേലോ കേന്ദ്രങ്ങൾ. ഇന്നിപ്പോൾ ഇന്ത്യയിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രോത്സാഹനം നൽകുന്ന ഒരു സ്പോർട്സ് ഈവന്റ് ആണ് ഖേലോ ഇന്ത്യ. പ്രാദേശിക തലത്തിൽ സ്പോർട്സിനെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ഖേലോ ഇന്ത്യ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 4 തരത്തിലുള്ള ഖേലോ ഇന്ത്യ നടത്തുന്നത്. അതിൽ ഒന്നാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. ഇന്നിപ്പോൾ 1048 ഖേലോ കേന്ദ്രങ്ങൾ ആണ് ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ളത്. 2025 മെയ് 4 മുതൽ മെയ് 15 വരെ ബീഹാറിൽ നടക്കുന്ന 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ എത്ര മെഡൽ ഇനങ്ങൾ ഉണ്ടായിരിക്കും? 27 മെഡൽ ഇനങ്ങൾ. 27 മെഡൽ ഇനത്തിന് വേണ്ടിയുള്ള 1000-ഓളം സ്പോർട്സ് പേഴ്സൺസ് ആണ് ഇന്നിപ്പോൾ ബീഹാറിൽ മെയ് 4 മുതൽ 15 വരെ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നതും 27 ഇനങ്ങളിൽ സ്വർണം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നതും. ആദ്യമായിട്ടാണ് ബീഹാർ ഇത്തരത്തിലുള്ള ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആതിഥ്യം വഹിക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്റർനാഷണൽ ലെവലിലുള്ള ന്യൂസ് ഹെഡിംഗ് ആണ്. അതായത് മിസ്റ്റർ ആന്റോണി അൽബാനിസ് ഓൺ ബീങ് ഇലക്റ്റഡ് ആസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ആന്റണി അൽബാനിസ്. അദ്ദേഹം ഏത് പാർട്ടിയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുള്ളത്? ഓസ്ട്രേലിയൻ പാർലമെന്റിൽ എത്ര ഹൗസസ് ഉണ്ട്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലേബർ പാർട്ടിയിൽ നിന്ന് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ആന്റണി അൽബാനിസ്.
ലേബർ പാർട്ടി ഓസ്ട്രേലിയയിലെ ഈ പ്രാവശ്യം വിജയിച്ചിട്ടുള്ള പാർട്ടിയാണ് ലേബർ പാർട്ടി. ലേബർ പാർട്ടിയിലെ അംഗമാണ് ആന്റോണി അൽബാനിസ്. അദ്ദേഹമാണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഓസ്ട്രേലിയ ആകുന്നത്. ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായി ആന്റണി അൽബാനിസ് എത്ര സീറ്റുകളോടെയാണ് രണ്ടാം തവണ ചുമതലയേൽക്കുന്നത്? 85 സീറ്റ്. 150 സീറ്റ് ആണ് ലോവർ ഹൗസിൽ, അതായത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിൽ. ഇതിൽ 85 സീറ്റ് ആണ് ലേബർ പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ളത്. ആന്റണി അൽബാനിസ് ആണ് ഓസ്ട്രേലിയയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ. ആകെ 2 ഹൗസസ് ആണുള്ളത്, ഒന്ന് സെനറ്റും മറ്റൊന്ന് ലോവർ ഹൗസും. ലോവർ ഹൗസ് ആണ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്. 150 സീറ്റിലാണ് 85 സീറ്റ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. 150 സീറ്റുകളുള്ള ലോവർ ഹൗസിൽ ആന്റണി അൽബാനിസ് ഏത് പാർട്ടിക്കെതിരെയാണ് 85 സീറ്റുകൾ നേടിയത്? ഓസ്ട്രേലിയൻ ലിബറൽ പാർട്ടി. ഓസ്ട്രേലിയയിലെ മറ്റൊരു പാർട്ടിയാണ്, പ്രധാനപ്പെട്ട പാർട്ടിയാണ് ഓസ്ട്രേലിയൻ ലിബറൽ പാർട്ടി. മറ്റൊന്ന് ലേബർ പാർട്ടി. ലേബർ പാർട്ടിയാണ് ഇപ്പോൾ 85 സീറ്റ് ലഭിച്ചിട്ടുള്ളത് 150 സീറ്റുകളിൽ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് അനാർക്യ പഞ്ചോട്കർ വിൻസ് ഗോൾഡ് അറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ്. കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ അനാർക്യ പഞ്ചോത്കർ സ്വർണം നേടി. നമ്മൾ പൊതുവെയായിട്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കരാട്ടയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാറില്ല. കരാട്ടെ ഏത് ചാമ്പ്യൻഷിപ്പ്, കരാട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാമ്പ്യൻഷിപ്പ് ഏതാണ്, അതുപോലെ കാര്യങ്ങൾ നമ്മൾ അധികം വരാറില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്, അതായത് അനാർക്യ പഞ്ചോട്കർ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് നേടി. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ദുബായിൽ നടന്ന 11ാമത് ബുഡോഖാൻ ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിൽ നിന്ന് ആരാണ് സ്വർണം നേടിയത്? അനാർക്യ അഭിഷേക് പഞ്ചോത്കർ. ഈ അടുത്ത് ദുബായിൽ നടന്നിട്ടുള്ള ബുഡോഖാൻ ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഇതിന്റെ 11ാമത്തെ ചാമ്പ്യൻഷിപ്പ് ആണ് നടന്നിട്ടുള്ളത്. ഇതിലാണ് അനാർക്യ അഭിഷേക് പഞ്ചോത്കർ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. 11ാമത് ബുഡോക്കോൺ ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ അഭിഷേക് പഞ്ചോത്കർ ഏത് വിഭാഗത്തിലാണ് 1ാം സ്ഥാനം നേടിയത്? കുമൈറ്റ് വിഭാഗം. കരാട്ടയിലെ ഒരു കാറ്റഗറിയാണ് കുമൈറ്റ്. കുമൈറ്റ് വിഭാഗത്തിലാണ് 11th ബുഡോക്കോൺ ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ അനാർക്യ അഭിഷേക് പഞ്ചോട്കർ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ബുഡോക്കോൺ ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കട്ട വിഭാഗത്തിൽ അനാർക്യ അഭിഷേക് പഞ്ചോത്കർ നേടിയ മെഡൽ ഏതാണ്? വെങ്കലം. ഒരേ മത്സരത്തിൽ ഗോൾഡ് അതോടൊപ്പം തന്നെ ബ്രോൺസ് കരസ്ഥമാക്കിയിട്ടുള്ള താരമാണ് അനാർക്യ അഭിഷേക് പഞ്ചോത്കർ. അദ്ദേഹത്തിന് ഗോൾഡ് ലഭിച്ചിട്ടുള്ളത് കുമൈറ്റ് കാറ്റഗറിയിലും കാട്ട കാറ്റഗറിയിലാണ് ബ്രോൺസ് ലഭിച്ചിട്ടുള്ളത്. നമ്മളിന്ന് 21 കറണ്ട് അഫയേഴ്സ് അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.